بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين الفائزين برضا الله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا മുഹമ്മദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മോമിനികളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചാണ്. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഈ നിസ്കാരം എല്ലാവർക്കും അറിയുമെങ്കിലും ഒരിക്കൽ കൂടി ഈ നിസ്കാരത്തിൻ്റെ രൂപം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ നിസ്കരിക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റമദാൻ പൂർത്തിയായി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ആഘോഷത്തിൽപ്പെട്ടതാണ് പെരുന്നാൾ സുദിനം. വളരെ ഭംഗിയായിട്ട്, വളരെ സന്തോഷമായി, സമുചിതമായി തന്നെ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നതാണ്. ഈ ആഘോഷ ദിനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പെരുന്നാൾ നിസ്കാരമാണ്. ആ പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണെന്നുള്ളത് നാം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അതിൻ്റെ രൂപമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഈ പെരുന്നാൾ നിസ്കാരം വളരെ മഹത്വമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. വളരെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. മാത്രമല്ല, പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. ജമാഅത്തില്ലാതെയും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. പുരുഷന്മാർ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാവുന്നതാണ്. ഇനി ആരും കൂടെയില്ലെങ്കിൽ ഒറ്റക്കും നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച മുതൽക്ക് ഉച്ചവരെയാണ്. സൂര്യൻ ഉദിച്ച മുതൽ എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ച് അല്പം കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ നിസ്കാരങ്ങളിലും എന്ന പോലെ നിയ്യത്തു നിർബന്ധമാണ്. നിയ്യത്ത് നാം ചെയ്യണം. ഉസല്ലി സുന്നത്ത ഈദുൽ ഫിത്രി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. സുന്നത്തായ ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ജമാഅത്താണെങ്കിൽ മാൽ ഇമാമി, ഇമാമിനോട് കൂടെ എന്നു പറയണം. നിയ്യത്ത് ചെയ്തു 2 കൈകളും ഉയർത്തി തക്ബീർ ചൊല്ലുക. അതിന് ശേഷം സൂറത്തുൽ ഇഫ്തിതാഹ് വജ്ജഹ്തു ഓതുക. ആ വജ്ജഹ്തുവിൻ്റെ ശേഷം ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറുകളാണ് നാം ചൊല്ലേണ്ടത്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പ്രത്യേകമായ ഒരു രൂപം ഇതാണ്. സാധാരണ നിസ്കാരങ്ങൾക്ക് ഇതില്ല. 7 തക്ബീർ ചൊല്ലുമ്പോൾ വജ്ജഹത്തു കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ 7 തക്ബീർ ചൊല്ലേണ്ടതാണ്. ഈ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അതും ചൊല്ലണം, സുന്നത്താണ്. ഈ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ആ ദിക്റും ചൊല്ലുക. അങ്ങനെ 7 തക്ബീർ പൂർത്തിയായതിനു ശേഷം അവസാനത്തെ 7ാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ ചൊല്ലിയതിന് ശേഷം ഈ ദിക്ർ ചൊല്ലേണ്ടതില്ല. പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതുക. അത് നിർബന്ധമാണ്, എല്ലാ നിസ്കാരങ്ങളിലും ഉള്ളതുപോലെ. പിന്നെ അതിൻ്റെ ശേഷം സൂറത്ത് ഓതുക. സൂറത്ത് ഓതുക എന്ന് പറയുമ്പോൾ സൂറത്തുൽ അഅല സുന്നത്തായ സൂറത്ത്, അത് ഓതാൻ അറിയാത്തവർ ഏതെങ്കിലും അറിയുന്ന സൂറത്ത് ഓതിയാലും മതി. പിന്നെ ബാക്കിയുള്ള റുക്കൂ, സുജൂദ്, ഇഅ്തിദാല്, ഇടയിലിരുത്തം, സാധാരണ നിസ്കാരത്തിലെന്ന പോലെ അതൊക്കെ ചെയ്ത് 2ാമത്തെ റക്അത്തിലേക്ക് വരിക. 2ാമത്തെ റക്അത്തിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം 1ാമത്തെ റക്അത്തിൽ ചെയ്ത പോലെ തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. അത് 5 പ്രാവശ്യമാണ്. 5 പ്രാവശ്യം അല്ലാഹു അക്ബർ
അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ചൊല്ലി 2 കൈകളും ഇവിടെ വെക്കുക, നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ വെക്കുക. അതിൻ്റെ ഇടയിലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ദിക്റും ചൊല്ലണം. ഈ 5 തക്ബീർ കഴിഞ്ഞതിന് ശേഷം നാം സാധാരണ പോലെ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ സൂറത്തുൽ ഗാശിയ, ആ സൂറത്തും ഓതലാണ് സുന്നത്തുള്ളത്. അതും ഓതി മറ്റുള്ള നിസ്കാരങ്ങളെ പോലെ റുക്കുവും ഇഅ്തിദാലും സുജൂദും അതുപോലെ അത്തഹിയാത്തും ചൊല്ലി പിന്നെ സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടുക. ഇതോടുകൂടി പെരുന്നാൾ നിസ്കാരം പൂർണ്ണമായി. ഇങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ ചെയ്യാവുന്ന ഒരു മഹത്വമുള്ള നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരങ്ങൾക്ക് ശേഷം, പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് ശേഷം 2 ഖുതുബ ഓതണം. സ്ത്രീകളാണെങ്കിൽ ജമാഅത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഖുതുബ സുന്നത്തില്ല, ഒറ്റക്കാണെങ്കിലും ഖുതുബ ഓതൽ സുന്നത്തില്ല. അപ്പോൾ 2 ഖുതുബ ഓതൽ സുന്നത്താണ് പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിയ്യത്ത് വെച്ചു വജ്ജഹത്ത് ഓതി 7 തക്ബീർ ചൊല്ലണമല്ലോ, അത് ചൊല്ലുന്നതിന് പകരം നേരെ മറന്ന് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ 7 തക്ബീർ നഷ്ടപ്പെട്ടു. അത് സുന്നത്താണ്, അത് പിന്നെ വീണ്ടെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നതിന് ശേഷം അറിയാതെ സൂറത്തുൽ ഫാത്തിഹ ഓതിപ്പോയി, എന്നാലും പിന്നെ ആ തക്ബീറിലേക്ക് മടങ്ങണ്ട. കാരണം സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമാണ്, തക്ബീർ സുന്നത്താണ്. പിന്നെ അതിലേക്ക് ഫാത്തിഹ മുറിച്ച് മടങ്ങി വരേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല, ഈ തക്ബീർ ഒഴിവാക്കുന്നതിന് വേണ്ടി സഹുവിൻ്റെ സുജൂദും ചെയ്യേണ്ടതില്ല. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കൃത്യമായി ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഈ പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. പരിശുദ്ധമായ റമദാൻ അവസാനിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ദിനമാണ് പെരുന്നാൾ സുദിനം എന്നുള്ളത്. നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആഹ്ലാദത്തോടുകൂടി ഈ പെരുന്നാൾ സുദിനം ആഘോഷിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഈ പെരുന്നാൾ നിസ്കാരം. ഇത് അതിൻ്റേതായ രീതിയിലും ഭാവത്തിലും നിസ്കരിച്ചെങ്കിൽ മാത്രമാണ് പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഈ വീഡിയോ കണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ അവർ ഇത് കേട്ട് പഠിച്ചു മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.